അഷ്കർ അലി ചേരുന്നുണ്ട്. ഇന്ന് മലപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കുകയാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥികളെ അവർ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നുണ്ടാകും. ഇന്ന് പാണക്കാട് വെച്ച് നടക്കുന്ന നേതൃയോഗമാണ്. വളരെ പ്രധാനപ്പെട്ട നേതൃയോഗത്തിന്റെ വിവരങ്ങളുമായി അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്നും, മലബാറിൽ നിന്നും. അഷ്കർ അലി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ഇതൊരു അന്തിമ തീരുമാനമുണ്ടാകുമോ? രാജ്യസഭാ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ? അത് ഈ പ്രഖ്യാപനത്തിനോടൊപ്പം ഉണ്ടാകുമോ? നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തതിൽ അതൃപ്തിയുണ്ട് എന്നാണ്. അഷ്കർ, ഞാൻ പറഞ്ഞത് കേൾക്കാമെങ്കിൽ, രാജ്യസഭാ സീറ്റ് ലീഗിന് വിട്ടുകൊടുത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്ന് കേൾക്കുന്നു. ആ കാര്യം ലീഗ് ഇന്ന് ചർച്ച ചെയ്യുമോ നേതൃയോഗത്തിൽ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, പൊന്നാനിയിലും മലപ്പുറത്തും സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമോ? രാവിലെ 10 മണിയോടെയാണ് അരുൺ മലപ്പുറത്ത് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബുകളുടെ വസതിയിൽ വെച്ച് ഇത്തരത്തിൽ യോഗം ആരംഭിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള ഏറ്റവും നിർണായക ചർച്ചകൾക്ക് ഇന്ന് തീരുമാനമാകാൻ പോകുന്നതും ഈ യോഗത്തിൽ തന്നെയാണ്. പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ആരൊക്കെ എവിടേക്ക് മത്സരിക്കുമെന്നുള്ളതിലാണ് എൻ്റെ ചിത്രം തെളിയാനുള്ളത്. പുറത്തു വരുന്ന അവസാന നിമിഷ സൂചനകൾ അനുസരിച്ച് മണ്ഡലം വെച്ചുമാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. E.T. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സമദ് സമദാനി MP പൊന്നാനിയിലും മത്സരിച്ചേക്കും. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മൂന്നാമതൊരു സീറ്റ് തമിഴ്നാട്ടിലുള്ള രാമനാഥപുരത്ത് സിറ്റിംഗ് MP ആയിട്ടുള്ള നവാസ് ഗനിയും മത്സരിച്ചേക്കും. ഇതിന്റെ പ്രഖ്യാപനം സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ രാജ്യസഭയിലേക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഉറപ്പ് നൽകിയെങ്കിൽ പോലും കോൺഗ്രസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭിന്നതയൊക്കെ ഉള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നിവേലിയുമോ എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ആശങ്ക. ആ ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ലീഗ് നേതൃത്വം കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായില്ലെങ്കിൽ 2019 സമാനമായ രീതിയിൽ കോൺഗ്രസ് സീറ്റ് ഉറപ്പ് നൽകുകയും സീറ്റ് ഉറപ്പ് ലഭിച്ചു എന്ന് നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് അത് ലീഗിന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അതേ രീതി ആവർത്തിക്കുമോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകരിൽ നിന്നടക്കം വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട്. അത് ഉയർന്നാൽ അത് ലീഗ് നേതൃത്വം എങ്ങനെ നേരിടുമെന്നും കാത്തിരുന്ന് കാണണം. മാത്രമല്ല, ഈ ലീഗിന്റെ മൂന്നാം സീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായ ഒരു ആയുധമാക്കാൻ ഇടതുപക്ഷം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്കൊടുവിലായിരിക്കും ലീഗ് നേതൃത്വം ഈ രാജ്യസഭാ സീറ്റിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സ്വാഭാവികമായും സീറ്റ് ആവശ്യമായി യൂത്ത് ലീഗും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഒരു യൂത്ത് ലീഗിന് പ്രതിനിധിയെ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. എന്തായാലും PK ഫിറോസ്, ഫൈസൽ ബാബു എന്നീ രണ്ട് പേരുകളാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് രണ്ടിൽ ഒരാളെ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും. പക്ഷേ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തന്നെ തുടരുന്ന ഒരു അനിശ്ചിതത്വം അതാണ് ഇപ്പോഴും ലീഗിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മറ്റ് 3 മണ്ഡലങ്ങളിലേക്കും നിലവിലെ സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണാ ചിത്രമായിട്ടുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം മാറി മറിയുന്ന സാഹചര്യങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ മനസ്സ് തുറക്കാനും തയ്യാറായിട്ടില്ല. ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും അതിൽ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അവസാന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 10 മണിയോടെ തന്നെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി യോഗം ചേരും. ഈ യോഗത്തിന് ശേഷം ലീഗിന്